ഇടുക്കി കാഞ്ചിയാർ പേഴുംകണ്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. പുലർച്ചയോടെ എത്തുന്ന കാട്ടാനക്കൂട്ടം മേഖലയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത്. കാട്ടാന ഭീതിയിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. കാഞ്ചിയാർ പുതിയപാലം കുട്ടിമൂപ്പൻ കവലയിലാണ് കാട്ടാനക്കൂട്ടം നാശം വിതച്ചത്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം 6ഓളം കർഷകരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാനക്കൂട്ടം വീടുകൾക്ക് സമീപം വരെ എത്തി. ഭയത്താൽ ഉറക്കമുളച്ച് രാത്രികാലം തള്ളി നീക്കേണ്ട ഗതികേടിലാണ് മേഖലയിലെ നിരവധിയായ കർഷകർ. കാര്യങ്ങൾ കിടന്നുറങ്ങാൻ പറ്റുകയല്ല. രാത്രി ഈ സമയം ജീവന് ഭയമാണ്. ആന എപ്പോഴാ വരുന്ന വീട് ഇളക്കുന്നതെന്ന് അറിയാൻ പറ്റുകയില്ല. കൃഷി മുഴുവൻ പോയി, കൃഷി ബാക്കിയില്ല. അത്യാവശ്യം ഒരു വാഴക്കൊതെങ്കിലും വെട്ടി കൊടുക്കാനുള്ള അത് പോയി. വീടിൻ്റെ തൊട്ട് ഈ ചേർന്നല്ലേ, വീടിനോട് ചേർന്നല്ലേ പോയത്. അവിടെ കണ്ടില്ലേ, അവിടെ വീട്, ആ വീടിൻ്റെ സൈഡിൽ നിന്ന വാഴയല്ലേ കുത്തി, അപ്പുറത്ത് തൊഴുത്ത്, ഇതിന് രണ്ടിൻ്റെയും മധ്യേ നിന്ന വാഴയല്ലേ തകർത്തിട്ടിരിക്കുന്നത്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ 30 വർഷങ്ങൾക്ക് മുമ്പ് വനാതിർത്തിയിൽ നിർമ്മിച്ച ട്രെഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപന്നികളുടെയും വാനരന്മാരുടെയും ശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുതിയപാല ഭാഗത്ത് ഒരു 3-4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ആനയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. മിനിയാന്നാണെങ്കിലും ഇവിടെ കയറി വന്നു, ഇന്നലെ അതുപോലെ തന്നെ കയറി വന്നു. വളരെയധികം കൃഷികൾ നശിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറയാം, നേരത്തെ ഇവിടെ ട്രെഞ്ച് ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയതിൻ്റെ ഒരു കുഴപ്പങ്ങളുമുണ്ട്. അതൊന്ന് പുതുക്കി പണിയുകയും പിന്നെ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ഈ ഫെൻസിങ് അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം വരുവാണെങ്കിൽ മാത്രമേ ഈ ആനയുടെ ശല്യം ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യങ്ങളും ഭയങ്കരമായിട്ട് രൂക്ഷമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മേഖലയിൽ കാട്ടാന ഇറങ്ങി തുടങ്ങിയത്. ആദ്യമൊക്കെ തിരികെ കാടുകയറിയ കാട്ടാനക്കൂട്ടം പിന്നീട് സ്ഥിരമായി എത്തിത്തുടങ്ങുകയായിരുന്നു. ആദ്യം വനം വകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തിയെങ്കിലും പിന്നീട് ഇല്ലാതായി. നിലവിൽ വന്യമൃഗശല്യത്തിനെതിരെ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ജനം, ഇടുക്കി.